1926 പള്ളിപ്പാട്ടെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ജോൺ വർഗീസ്. പിൽക്കാലത്ത് അദ്ദേഹം കർത്താവിന് വേണ്ടി ഏറെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ഈ അടുത്ത കാലത്താണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയപ്പെട്ടത്. 1926 അദ്ദേഹത്തിന്റെ ജനനം. വളരെ സമ്പത്തുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പനൊരു കച്ചേരി ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളെ മൂത്തവരെ എല്ലാവരെയും തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കണമെന്ന ആഗ്രഹത്തോടെ, ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോടെ അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആ കാലത്ത് പഠിപ്പിച്ചത്. എന്നാൽ ഇളയ മകനായ ജോൺ വർഗീസിനെ, അദ്ദേഹത്തിന്റെ വീട്ടിലെ പേര് ഗീവറീച്ചൻ എന്നാണ്, ഗീവറീച്ചനെ മലയാളം മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. പഠിപ്പിച്ചതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, തൻ്റെ വലിയ സ്വത്തും വസ്തുവകകളും ഒക്കെ നോക്കി നടത്താൻ ഒരു മകനെ വേണം. അതിനുവേണ്ടിയാണ് ഇളയ മകനെ മലയാളം മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചത്. തൻ്റെ യൗവന പ്രായത്തിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പ്രചാരം നേടുന്നതിന് മുൻപ് അദ്ദേഹം അവിടുത്തെ സ്നേഹിതരോട് ചേർന്ന് പല സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ്. പ്രത്യേകിച്ച് ജന്മിമാർ കൊടികുത്തി വാണിരുന്ന ഒരു കാലമാണ് ആ കാലം. നമുക്ക് അത് അറിവുള്ളതാണ്. ഈ പ്രായമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാവം പിടിച്ച മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് വഴി നടക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും ചേർന്ന് ജന്മിമാരോട് പോരാടി ആളുകൾക്ക് നടവഴി തുടങ്ങിയ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ സൗഹൃദം അത്ര നന്നായി അല്ല പോയത് എന്നതാണ് യാഥാർത്ഥ്യം. മദ്യപാനത്തിനും പുകവലിക്കുമൊക്കെ കീഴടങ്ങി ഒടുവിൽ 19-ാമത്തെ വയസ്സിൽ ശാരീരികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം പരിശോധിച്ചു എന്താണ് കാര്യം. അങ്ങനെ അദ്ദേഹത്തിന് TB ഡയഗ്നോസ് ചെയ്തു, ക്ഷയരോഗമാണ് എന്നത് മനസ്സിലാക്കി. ആ കാലമാണല്ലോ, പ്രത്യേകിച്ച് 26-30 കാലഘട്ടം. ആ സമയത്തൊക്കെ ഇതിനൊന്നും രോഗത്തിന് ചികിത്സയില്ലാത്ത കാലമാണ്. വളരെ ശാരീരിക ക്ലേശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി ജീവിതം അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു 19-ാമത്തെ വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പൻ വീട്ടിലില്ലാത്ത ഒരു ദിവസം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി പോക്കറ്റിൽ ഇട്ടു. ജീവിതം കടുത്ത നിരാശയിലാണ്, ഇതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്നു, ഉത്തരവാദികളില്ല എന്ന് എഴുതി അദ്ദേഹം കുറിപ്പ് പോക്കറ്റിൽ ഇട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുറിയിൽ കിടന്ന മേശയ്ക്ക് മുകളിലേക്ക് ഒരു കസേര കയറ്റി വെച്ച് അതിന് മുകളിൽ കയറി നിന്ന് വീടിന്റെ ഉത്തരത്തിൽ കയറിട്ട് കഴുത്തിൽ കുരുക്ക് മുറുക്കി. അദ്ദേഹത്തിന്റെ വലത്തുകാൽ കൊണ്ട് സ്റ്റൂള് തട്ടി കളയാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്ന, മകനെ എന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന് അത്ഭുതമായി. വീട്ടിലാരുമില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ്, ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം പെട്ടെന്ന് കഴുത്തിലെ കയറഴിച്ചു, താഴേക്കിറങ്ങി. അദ്ദേഹം മുറിയിൽ മുഴുവൻ പരിശോധിച്ച് കട്ടിനടിയിലൊക്കെ നോക്കി, ആരെയും കാണാനില്ല. അപ്പോൾ അദ്ദേഹം ഇനി അമ്മ വല്ലതും വിളിച്ചതാണോ എന്നറിയാൻ തൊട്ടടുത്ത മുറിയിലേക്ക് പോയി കതക് പതിയെ തുറന്നു. കതക് തുറക്കുമ്പോൾ അമ്മയും വേലക്കാരിയും സുഖ നിദ്രയിലാണ്. അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. അദ്ദേഹം തൻ്റെ മുറിക്കുള്ളിലേക്ക് വന്ന് തൻ്റെ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അന്ന് കിട്ടിയ അല്പം സമാധാനത്തിൽ ഈ മനുഷ്യൻ സ്വസ്ഥമായി ഉറങ്ങി. കുറേ ദിവസത്തേക്ക് വീടിന് പുറത്തേക്ക് ഈ മനുഷ്യൻ പോയേയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൺവെൻഷൻ യോഗം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ദൂരെ മാറി നിന്ന് ദൈവവചനം ശ്രവിക്കുമ്പോൾ പ്രസംഗിച്ച ചെറുപ്പക്കാരൻ ഈ മനുഷ്യന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, കഴിഞ്ഞ രാത്രി കടുത്ത നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ അരികിൽ വന്ന് നിന്നെ മകനെ എന്ന് വിളിച്ചില്ലേ? കഴിഞ്ഞ രാത്രി കടുത്ത നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ മുറിയിൽ വന്ന് നിന്നെ മകനെ എന്ന് വിളിച്ചില്ലേ? ഈ മനുഷ്യന് വല്ലാത്ത ഞെട്ടലുണ്ടായി. കാരണം ആരും അറിയാതെ ചെയ്തൊരു കാര്യം എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്? അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഏറ്റവും ഒടുവിൽ 20-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം സിലോണിൽ പോയി ദൈവവചനം പഠിച്ചു, ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് മടങ്ങി വന്നു. കർത്താവിന് വേണ്ടി ആവോളം അധ്വാനിച്ചു. 1955 അദ്ദേഹം വിവാഹിതനായി. തുടർന്ന് അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി പിറന്നു. ആദ്യത്തെ കുഞ്ഞ് പിറന്നപ്പോൾ അപ്പൻ സ്വത്തുവകയിൽ കുറച്ച് ഭാഗം മകന് എഴുതി കൊടുത്തു. ജോൺ വർഗീസ് എന്ന ചെറുപ്പക്കാരന് എഴുതി കൊടുത്തു. തനിക്ക് കിട്ടിയ വസ്തുവകയെല്ലാം വിറ്റ് കർത്താവിൻ്റെ വേല ചെയ്തു അദ്ദേഹം. അങ്ങനെ മുൻപോട്ട് പോകുന്ന കാലം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ വീണുപോയൊരു കാലം. ഭാര്യ പോയ കാലത്തിൻ്റെ, കഴിഞ്ഞ കാലത്തിൻ്റെ വസന്ത കാല അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തി പരിതപിക്കുമ്പോൾ ഭാര്യ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാൻ കഴിയാതെ വല്ലാതെ ആ മനുഷ്യൻ കുഴങ്ങിപ്പോയി. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക? കഴിഞ്ഞ കാലത്തിൻ്റെ വസന്തങ്ങളെ, പോയ കാലത്തിൻ്റെ നന്മകളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് ഭാര്യ പരിതപിക്കുമ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ്? അദ്ദേഹം ദൈവസന്നിധിയിൽ പോയിരുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്ത വരികൾ പിൽക്കാലത്ത് മനോഹരമായി
മനോഹരമായൊരു ഗാനമായി പുറത്തേക്ക് ഇറങ്ങി. നമ്മളിവിടെയൊക്കെ എത്രയോ പാട്ട് പാടുന്നുണ്ട്. വല്ല അർത്ഥം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പാടുന്നതെന്ന് ഒടേതമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ സത്യമായിട്ടും. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശം വന്നാൽ, സങ്കടം വന്നാൽ അന്ന് കർത്താവിനെയും തള്ളി പറയും, ഭർത്താവിനെയും തള്ളി പറയും നമ്മൾ. അതാണ് വേറെ കാര്യം, ഓർത്തിരിക്കണം. തിരിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പാടുന്ന പാട്ടിൽ എന്താണ്? ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ, കുശവൻ കയ്യിൽ കളിമൺ പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ, അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാ. പാടിയതെന്തുവാ? ജീവനോ മരണമതോ ഏതായാലും സമ്മതം താ. ഈ കൺവെൻഷൻ കഴിഞ്ഞ് ആശീർവാദം യേശുദാസച്ചൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റിങ്കൽ വാളുമായി 2 നാളുകൾ നിന്നാൽ അപ്പം അറിയാം ജീവനാണോ മരണമാണോ സമ്മതമാണോ എന്നൊക്കെ ഉള്ളത്. അർത്ഥമറിയാതെ നമ്മൾ പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ, എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഭാര്യയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാൻ കഴിയാതെ ഇരുന്ന ഈ ജോൺ വർഗീസ് ഗീവറിയച്ചൻ എന്ന ഈ മനുഷ്യന് ദൈവം കൊടുത്ത അനുഗ്രഹീതമായ വരികൾ ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ അദ്ദേഹം എഴുതിയതാണ്. നമുക്ക് അറിയാവുന്നവർ കൂടെ പാടണം. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പൂരം നീ അണയും വരെയും, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർപ്പൂരം നീ അണയും വരെയും. എത്ര അർത്ഥസമ്പുഷ്ടമായ മനോഹരമായ വരികളാണ്. തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ ദൈവം കൊടുത്ത സുന്ദരമായ വരികൾ. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഹന്ന എന്ന സ്ത്രീ ദൈവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ആ വേദഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: അന്നത്തെ പള്ളിയിൽ അച്ഛനായിരുന്ന ഏലി ആലയത്തിൻ്റെ വാതിൽക്കൽ ആസനസ്ഥനായിരുന്നു. അപ്പോൾ അന്ന് ആളുകൾ പ്രാർത്ഥിച്ചിരുന്ന കൈയൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വലിയ ശബ്ദത്തിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. നമുക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ചില്ലേ ദൈവം കേൾക്കത്തില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ട്. എനിക്ക് ഉറക്കെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. എന്നാൽ നമ്മുടെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന് പലപ്പോഴും ഇത് കേൾക്കാൻ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ ഞരക്കം പോലും പ്രാർത്ഥനയായി സ്വീകരിക്കുന്നവരാണ് ദൈവം. അപ്പോൾ ആ കാലത്ത് ഏലി പുരോഹിതൻ്റെ, എൽക്കാനയുടെ, ഹന്നയുടെ, പെനീനയുടെ കാലത്ത് എല്ലാവരും കൈകൾ ഉയർത്തി വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രെയർ ആണ് ഹന്ന നടത്തിയത്. ദൈവാലയത്തിൽ പ്രവേശിച്ചു, അവളുടെ അധരം മാത്രം അനങ്ങി എന്ന് രേഖപ്പെടുന്നു. ഷീ മർമേർഡ് ബിഫോർ ദ ലോർഡ്. ദൈവം മുൻപാകെ അവളുടെ അധരം മാത്രം അനങ്ങി എന്ന് പറഞ്ഞാൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏലി പുരോഹിതന്, അന്നത്തെ അച്ഛന് തോന്നി ഈ സ്ത്രീയെ വെള്ളമടിച്ചിട്ടാണ് പള്ളി വന്നത് എന്ന് തോന്നി. നിങ്ങൾ വിചാരിക്കും സ്ത്രീകൾ വെള്ളം അടിക്കുമോ എന്ന്. മനോരമ ഈ അടുത്ത കാലത്തായി പുരുഷന്മാരെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, കുടിയിൽ നമ്മളെ സ്ത്രീകൾ തോൽപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ മാസം മലയാള മനോരമ, കഴിഞ്ഞ മാസം അതിന് തൊട്ട് മുമ്പിലത്തെ മാസമോ മനോരമ സർവേ ഇറക്കിയത്. ഇപ്പോൾ പുരുഷന്മാരെയൊക്കെ വലിയ കുടിയാനവന്മാർ, കുടിയത്തിമാർ അത് സ്ത്രീകളാണെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സർവേ. അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ ചെന്നേച്ച് ഹന്നായോട് ചോദിച്ചെടി കൊച്ചെ വെള്ളം അടിച്ചിട്ടാണോ പള്ളി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹന്ന പറഞ്ഞ സുന്ദരമായ വാക്കുകൾ: യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ
പകരുകയത്രേ ചെയ്യുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ വ്യഥയെ, തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, പ്രതികൂലങ്ങളെ ദൈവത്തോട് അറിയിക്കുന്ന ഹന്നായെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഹന്നായിക്ക് ഏലി പുരോഹിതന്റെ ആശംസ, ഒരു ആശീർവാദം കൊടുത്തു. ആ ആശീർവാദം ഇങ്ങനെയാണ്. പുരോഹിതൻ പറഞ്ഞു, കൊച്ചേ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം നിനക്ക് നൽകട്ടെ. തൻ്റെ ഭാര്യ പോയ കാല വസന്തത്തിൻ്റെ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് പരിതപിച്ചപ്പോൾ അവളെ ആശ്വസിപ്പിക്കുവാൻ ഒരു ഭക്തനായ മനുഷ്യന് ദൈവം കൊടുത്ത സുന്ദരമായ വരികൾ പോലെയാണ് ഹന്ന എന്ന സ്ത്രീ ദൈവാലയത്തിൽ നിന്ന് തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കു കൊടുക്കുന്ന പുരോഹിതനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അനുഗ്രഹം വേണ്ട എന്ന് ആരെങ്കിലും പറയൂ? ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സ്നേഹിതന് അനുഗ്രഹം വേണ്ട എന്ന് പറയുമോ? ഇല്ല. എന്തായാലും ആ സ്നേഹിതന് സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവർ സംസാരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അനുഗ്രഹം വേണ്ടാന്ന് എന്തായാലും നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ അച്ഛന്മാരായുസിൽ ഒരിക്കലും പറയില്ല അനുഗ്രഹം വേണ്ടാന്ന്. എന്തായാലും ഇവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഇവരൊക്കെ നന്മയുള്ള മനുഷ്യരാണ്. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ മതി എന്ന് നിങ്ങൾ പറയുമോ? മിണ്ടണം. എനിക്ക് മിണ്ടുന്നവരെ ഇഷ്ടം. ചുമ്മാ ഇങ്ങനെ മോണോലോഗായി പറഞ്ഞു വിട്ടൊരു കാര്യമില്ല. അനുഗ്രഹം തരാം എന്ന് പറഞ്ഞാൽ ആ മുമ്പിലിരിക്കുന്ന കണ്ണാടി വെച്ചെന്നെ നോക്കിക്കൊണ്ട് അമ്മ വീട്ടിൽ ഞാൻ കണ്ടായിരുന്നു. അമ്മാമയ്ക്ക് ഒരു അനുഗ്രഹം തരാമെന്ന് പറഞ്ഞാൽ അമ്മാമ്മ വേണ്ടാന്ന് പറയൂ? നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾ പറയത്തില്ല. ഞാനിപ്പോൾ എനിക്കാരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയുകയല്ല. ലോകത്ത് ഒരുത്തനും മതി എന്ന് പറയത്തില്ല. അതിൻ്റെ കൊച്ചു കഥ ഞാൻ പറയാം. പണ്ടത്തെ കാലമാണേ, ഇപ്പോഴത്തെ കഥയല്ല, പണ്ടത്തെ കഥ. ഞാൻ എൻ്റെ പഴയ മനുഷ്യനാണ്, പഴയ കഥ പറയുന്നുള്ളൂ. പണ്ട് ഈ കല്യാണമൊക്കെ വളരെ അപൂർവമായിട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പം കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ കുടുംബമായി എല്ലാവരും പോകും. അപ്പോൾ അങ്ങനെ ആ കാലത്ത്, കാരണം വീട്ടിലൊക്കെ അന്ന് പട്ടിണിയുള്ള കാലമാണ്, പ്രായമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും പട്ടിണിയുള്ള കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒരു അപ്പനും മോനും കൂടെ കല്യാണത്തിന് പോയി. അപ്പോൾ ഈ അപ്പനും മോനോട് കല്യാണത്തിന് പോയപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞിടാ, നീ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, നീ നന്നായിട്ട് കഴിക്കണം കേട്ടോ, എല്ലാം ഭംഗിയായിട്ട് എല്ലാം കഴിച്ചോണം. എന്നാൽ ഈ അകത്ത് പ്രവേശിച്ചപ്പോൾ അപ്പൻ്റെ അടുത്ത് ചെറുക്കന് സീറ്റ് കിട്ടിയില്ല. ഓപ്പോസിറ്റാണ് സീറ്റ് കിട്ടിയത്. അപ്പൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവൻ എന്നാ ചെയ്യുന്നത് എന്നെല്ലാം. അപ്പോൾ ഈ ചെറുക്കൻ ഭക്ഷണത്തിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് അപ്പൻ നോട്ട് ചെയ്തായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചെറുക്കനെ പിടിച്ച് 2 അടി അപ്പൻ കൊടുത്തു. ചെറുക്കൻ ചോദിച്ചു, എന്നാത്തിനാ എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു. ഒരു കാര്യവും പറഞ്ഞില്ല, അടി കൊടുത്തു. അപ്പോൾ ചെറുക്കൻ ചോദിച്ചു, എന്നാത്തിനാ എന്നെ അടിച്ചേ? അപ്പോൾ അപ്പം പറഞ്ഞ, ആരെങ്കിലും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുമോടാ? അപ്പോൾ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനൊരു ഉപായം പ്രയോഗിച്ചു. അന്നും ഇന്നും പിള്ളേർക്ക് നല്ല ഉപായം അറിയാവുന്നവരാണ്. അപ്പോൾ ചെറുക്കൻ പറഞ്ഞു, എൻ്റെ അപ്പൻ അതിൻ്റെ സീക്രട്ട് അറിയാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്ന് ചെറുക്കൻ അപ്പനോട് പറഞ്ഞു. അപ്പോഴും കിട്ടി അവൻ 2 അടി. അപ്പം ചെറുക്കൻ ചോദിച്ചു, ഇപ്പം എന്നാത്തിനാ എന്നെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, എന്താടാ ആ ടെക്നിക്ക് നീ നേരത്തെ എനിക്ക് പറഞ്ഞു തരാഞ്ഞെന്ന്. അപ്പം നമുക്കെല്ലാവർക്കും ഈ മതി എന്ന് പറയുന്ന പരിപാടി ഇല്ല. പോരട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഏലി ഹന്നായിക്ക് അനുഗ്രഹം കൊടുത്തു. ഈ രാത്രി ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ ദൈവവചന ഭാഗത്തിലൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് ഹന്നായുടെയും എൽക്കാനയുടെയും പെനീനയുടെയും ഒക്കെ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം, എന്താണ് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ചെയ്യേണ്ടത്? പ്രാർത്ഥനയുടെ ബലിവേദിയിൽ ഭവനങ്ങൾ പണിയപ്പെടണം. പ്രാർത്ഥനയുടെ ബലിവേദിയിൽ ഭവനങ്ങൾ പണിയപ്പെടണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, അധികാലത്തെ ദൈവമുഖം അന്വേഷിക്കണം. അധികാലത്തെ ദൈവമുഖം അന്വേഷിക്കണം. സീക്ക് ഗോഡ് ഏർലി ഇൻ ദ മോർണിംഗ്. അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കണം. ഇവിടെ ഈ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ പാർട്ട്, ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്തോ വായിച്ചേ? അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അധികാലത്തെ ദൈവമുഖം അന്വേഷിക്കുന്ന അനുഭവമുള്ള ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നത് ഓർത്തിരിക്കണം. ഒരു കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പാടിയിരുന്നത്, എൻ്റെ ഫാദർ മരിക്കുമ്പോൾ എനിക്ക് 9 ഇയേഴ്സേ ഉള്ളൂ, എൻ്റെ സിസ്റ്റർക്ക് 11 ഇയേഴ്സ്, എൻ്റെ അമ്മയ്ക്ക് 32 ഇയേഴ്സേ ഉള്ളൂ. വി ആർ ഓൺ ദ സെയിം ബോട്ട് അഗെയിൻ. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷങ്ങൾ കഴിയുന്നു. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിക്കുമ്പോൾ അളിയന് 44 വയസ്സ്, എൻ്റെ പെങ്ങൾക്ക് 38 വയസ്സ്. എൻ്റെ പെങ്ങളുടെ മൂത്ത മകൻ +2-ലും മോള് 10th-ലുമായിരുന്നു പഠിക്കുന്നത്. എന്നാൽ എൻ്റെ അപ്പ മരിച്ച കാലത്ത്, എൻ്റെ അപ്പാടെ അമ്മ അന്ന് ആൻറ്റിയോടൊപ്പം സെക്കൻഡ് അവാർഡിലായിരുന്ന കാലത്ത്
എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു അടൂരിൽ നിന്ന് വീട്ടിൽ വന്ന് താമസിച്ചിരുന്നത്. ഒരു കോഴിയും കൂകണ്ട, ഒരു അലാമും അടിക്കണ്ട. രാവിലെ 4 മണിയാകുമ്പോൾ എൻ്റെ വല്യമ്മച്ചി പാടി തുടങ്ങും, മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. ഈ പാട്ടൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, പാടാറില്ല. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേ, പ്രിയനോടടുത്തിടുകേ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാ കൃപയരുൾക യേശു പരനേ. ഒരു കാലത്ത് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ചെയ്ത അനുഗ്രഹകരമായ കാര്യമാണ്. ആദികാലത്ത് എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിച്ചിരുന്നു. ഇത്ര അഫ്ലുവൻസ്, സമ്പത്തൊന്നും പഴയ കാലത്തില്ലായിരുന്നു. ഒരു അഗ്രേറിയൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു നമ്മുടെ മാതാപിതാക്കൾ, കാർഷിക പാരമ്പര്യമായിരുന്നു നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്ന് കൈമുതലായി ഉണ്ടായിരുന്നു. അതെന്ത് എന്ന് ചോദിച്ചാൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന അനുഗ്രഹീതമായ അനുഭവം. 34-ാം സങ്കീർത്തനം ദാവീദ് എഴുതി വെച്ചത് ഡൺലപ്പും എത്തേ കിടന്ന്, സ്പ്രിങ്ങുള്ള എത്തേ കിടന്ന് മേലോട്ടും താഴോട്ടും പൊങ്ങിയപ്പോഴും ചാടിയപ്പോഴും അല്ല എഴുതിയത്. പിന്നെയോ തൻ്റെ മകനായ അബ്ശാലോമിനെ പിടിച്ച് മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഫെലിസ്ത്യ രാജാവായ ആക്കീഷ്, അതിന് മറ്റൊരു പേര് കൂടി അബീമേലെക്കിന്റെ പടയാളികൾ ദാവീദിനെ പിടിച്ചു രാജാവിന്റെ മുൻപിൽ, ഫെലിസ്ത്യ രാജാവിന്റെ മുൻപിൽ നിർത്താൻ. അപ്പോൾ ദാവീദിന് ദൈവം കൊടുത്തൊരു കൊച്ചു ബുദ്ധിയാണ്. മുടിയെല്ലാം ഉഴപ്പി വായിക്കൊടുന്ന് ഒരേം പതയും വരുത്തി അദ്ദേഹം മണ്ണൊക്കെ വാരി പൂഴി വാരി തലയിൽ കൂടിയിട്ടും. അങ്ങനെ ഫെലിസ്ത്യ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫെലിസ്ത്യ രാജാവ് ചോദിച്ചു, ഈ നായാണോ ഇസ്രയേലിന്റെ വലിയ പുള്ളി? ഇവനെ എൻ്റെ മുന്നിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മണലാരണ്യത്തിൽ പോയി കിടന്ന് ദാവീദ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ദൈവം ചെയ്ത നന്മകളെ ഓർത്തു പാടിയ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവാൻ നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ബാലസിംഹങ്ങൾ ഇവരെ കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് ദാവീദ് പാടിയത് അവങ്കലേക്ക് നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് അവങ്കലേക്ക് നോക്കിയവർ ജീവിതത്തിൽ പ്രകാശിതരായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് അധികാലത്തെ ദൈവമുഖം അന്വേഷിക്കണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്നത് അതിരാവിലെ ദൈവസന്നിധിയിൽ മുട്ട് മടക്കുമ്പോഴാണ്. ആർക്കാ പ്രതിസന്ധി ഇല്ലാത്ത? ഇവിടെ ഇരിക്കുന്ന പ്രതിസന്ധി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് എന്നോടൊന്ന് പറയണം. എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായ ആളാണ്. അതിൽ 2 പ്രതിസന്ധികളാണ് നേരത്തെ പറഞ്ഞത്. അതിനേക്കാൾ വലിയ പ്രതിസന്ധി തിരുവനന്തപുരത്ത് വന്നതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളില്ലാത്ത ഒരാൾ പോലുമില്ല. പക്ഷേ പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്നവനെ കണ്ടെത്താൻ തക്കവണ്ണം ദൈവമുഖത്തേക്ക് നാം നോക്കണം. എന്താണ് ദൈവമുഖത്തേക്ക് നോക്കിയാലുള്ള ഗുണങ്ങൾ? 3-4 ഗുണങ്ങളുണ്ട്. അത് പറഞ്ഞേച്ച് നമുക്ക് 1-ാമത്തെ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന്, എന്താണ് ദൈവമുഖത്തേക്ക് നോക്കിയാലുള്ള ഗുണം? സീക്കിംഗ് ഗോഡ് early in the morning, we will be delivered from all our fears and anxieties. If we look unto the face of the Lord, we will be delivered from all our anxieties and worries or fears. നാം ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഹല്ലേലൂയ ദൈവം നമ്മെ വിടുവിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഈ വിശ്വാസം നമുക്കുണ്ടോ എന്നതാണ് ഏറെ ശ്രദ്ധയോടെ നാം ചിന്തിക്കേണ്ട വസ്തുത. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുന്നു. അതായത് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഏലി അനുഗ്രഹമൊക്കെ കൊടുത്ത് ഹന്ന തിരികെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഹന്നയെക്കുറിച്ച് വേദപുസ്തക രചയിതാവ് എഴുതി വെച്ച സുന്ദരമായ വാചകം, പിന്നെ അവളുടെ മുഖം വാടിയില്ല. വാടാത്ത മുഖത്തോടുകൂടെ നിൽക്കണമെങ്കിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണമെങ്കിൽ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രാത്രി ഒറ്റ കുറുക്കു വഴിയേ ഉള്ളൂ, ദൈവമുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് 121-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ ഈ രാത്രി ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന്, നമ്മുടെ എല്ലാ പേടികളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്നും ആമേൻ ദൈവം നമ്മെ വിടുവിക്കും എന്നത് മറക്കരുത്. 2, എന്താണ് ദൈവമുഖത്തേക്ക് നോക്കിയാലുള്ള 2-ാമത്തെ പ്രത്യേകത?
If you seek God early in the morning, it will help you to face all the challenges of your life. എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ ദൈവം നമുക്ക് കരുത്തു നൽകും എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കും. രണ്ട്, എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ ദൈവം നമുക്ക് കരുത്തു നൽകും. എവിടെയാണ് ഹന്നായിക്ക് വെല്ലുവിളി ഉള്ളത്? പുറത്തല്ല. എൻ്റെ ശത്രു പുറത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രു അകത്താണ്. പലപ്പോഴും നമ്മുടെ വീടിനുള്ളിലാണ് നമ്മുടെ ശത്രു. ഈ ഭവനത്തിലും ഹന്നായിയുടെ ശത്രു പ്രതിയോഗി വീടിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായുള്ള വാക്കുകൾ വായിച്ചത്. അവിടെ പറയുന്നു, എൽക്കാന എന്ന പുരുഷന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പല പുള്ളികളും ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകൂടെ ഉണ്ടായിരുന്ന എത്ര നല്ലതായിരുന്നു എന്ന് 2 കൂട്ടത്തിലും. എന്നാൽ ചിലരാണെങ്കിൽ ഒന്നുകൊണ്ട് തന്നെ പൊന്നു തമ്പുരാനെ ഇനിമേല വേണ്ട എന്ന് തലയിൽ കൈവച്ച് പറയുന്ന പല പുള്ളികളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അന്ന് 2 ഘട്ടമായിരുന്നു. അങ്ങനെ കെട്ടിയ കൂട്ടത്തിൽ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ എൽക്കാനയുടെ ആദ്യ ഭാര്യയായ പെനീന ഹന്നായെ എപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നത് വേദപുസ്തകം സാക്ഷ്യപ്പെടുന്നു. അടുത്ത വാചകത്തിൽ അവൾ ദൈവാലയത്തിൽ പോകുമ്പോഴൊക്കെയും അവളുടെ പ്രതിയോധി അങ്ങനെ തന്നെ ചെയ്തു വന്നു രേഖപ്പെടുന്നു. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു തല നരച്ച കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടികിട്ടും. പണ്ട് ഞാൻ കൊല്ലം ഭാഷയിൽ പറയും, ഞാൻ കൊല്ലംകാരനായതുകൊണ്ട്, പണ്ട് നമ്മൾ വേദപുസ്തകം എടുത്ത് പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, നീ വേദപുസ്തകം എടുത്തുകൊണ്ട് പോയിട്ട് എന്നാ ഗുണമുണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കൊല്ലം ഭാഷയാണ്. തിരുവനന്തപുരത്തും അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളെ പരിഹസിച്ച കളിയാക്കി എത്രയോ മനുഷ്യരുണ്ട്. പ്രതിയോഗി വീട്ടിനുള്ളിൽ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ കെട്ടിയോനായിരിക്കും ചോദിച്ചത്, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും ചോദിച്ചത്. ഇന്ന് നമ്മുടെ മക്കൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ഞാൻ പറഞ്ഞത്, ഈ പെനീനായ ഹന്നായ ഏത് സമയവും കുത്തുവാക്ക് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഒരു കാലം. അവളുടെ പ്രതിയോഗി വീട്ടിനുള്ളിലാണ്, അവളുടെ വെല്ലുവിളി വീട്ടിനുള്ളിലാണ്. പക്ഷേ ഈ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുവാൻ തക്കണം കരുത്തു കിട്ടിയത് ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ്. ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗത്തും ഹന്ന തിരിച്ചെന്തേലും പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആരെങ്കിലും ഒരു പണി തന്നാൽ തിരിച്ചിട്ടൊരു പണി കൊടുത്തില്ലേ, നമുക്ക് ഒരു സമാധാനവും കിട്ടാറില്ല എന്നതാണ് സത്യം. നമുക്ക് പറഞ്ഞില്ലേ ഇങ്ങനെ തികട്ടി വരും. പറഞ്ഞില്ലേ എന്തോ ഒരു സമാധാനക്കേടാണ് നമുക്ക്. അച്ഛനും ഉണ്ട്, അതായത് എനിക്കും ഉണ്ട് ഈ സോക്കേട്. ഈ അച്ഛന്മാർ നല്ലവരായതുകൊണ്ട് ഇവരാരും തിരിച്ചു പറയത്തില്ല. എന്തേലും എന്ന് പറയാൻ നമുക്ക് തിരിച്ചു പറഞ്ഞില്ലേ ഒരു സമാധാനം കിട്ടും. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ. ഇവരൊക്കെ വിശുദ്ധരായ മനുഷ്യരായതുകൊണ്ട് ഞാൻ അവരെ വേർതിരിച്ച് വിട്ടിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹന്ന തിരിച്ചൊരൊറ്റ വാക്കും പറഞ്ഞില്ല. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പോയി തൻ്റെ സങ്കടങ്ങളെ പങ്കുവച്ചു. ഇനിയും നിങ്ങൾ നോക്കിയേ, ഹന്ന ആരുടെയും മുമ്പിൽ പറഞ്ഞില്ല. തൻ്റെ കെട്ടിയോന്റെ അടുത്ത് പോലും ഹന്ന പറഞ്ഞില്ല. ഹന്നായോട് എൽക്കാന ചോദിക്കും, കുഞ്ഞെ നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ മനുഷ്യനോട് പോലും തൻ്റെ ഉള്ളിലെ സങ്കടം പറഞ്ഞില്ല. പറയേണ്ടവനോട് തൻ്റെ സങ്കടങ്ങളെ അവൾ പങ്കുവെച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അധികാലത്തെ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ വളരെ കരുത്തോടെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. 3, എന്താണ് ദൈവമുഖത്തേക്ക് നോക്കിയാലുള്ള 3ാമത്തെ ഗുണം? If we seek God early in the morning, we will be strengthened. നാം ശക്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. 1, ഞാൻ പറഞ്ഞത്, എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കും, വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകും. 3, ദൈവം നമ്മെ ശക്തീകരിക്കും. വേദപുസ്തകത്തിൽ എവിടെയാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ അബ്രഹാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ അതിൻ്റെ ആദ്യ താൾ മുതൽ അവസാന താൾ വരെ വായിക്കുമ്പോൾ ദൈവം പേടിച്ച, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം, അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുണ്ടായിരിക്കാം, എന്നാൽ ദൈവം പേടിച്ച ഏക നിമിഷമേ ഉള്ളൂ. ദൈവം പേടിച്ച ഏക നിമിഷം അതെവിടാന്ന് ചോദിച്ചാൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞടാ, നിന്റെ ആദ്യജാതനെ, നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ നീ എനിക്ക് യാഗം അർപ്പിക്കണം. അങ്ങനെ ബാല്യക്കാരുമായി തൻ്റെ മകനുമായി വിറകും കത്തിയുമൊക്കെയായി പോകുമ്പോൾ മകൻ ചോദിച്ച്, ഏതപ്പൻ്റെ ഇടനെഞ്ച് പൊട്ടിപ്പോകുന്നൊരു ചോദ്യമാണ് മകൻ ചോദിച്ചത്. അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള വസ്തു എവിടെയാണ്? അപ്പോൾ അപ്പം പറഞ്ഞു, മകനെ ദൈവം കരുതിക്കൊള്ളും. ബാല്യക്കാരെ മലയുടെ അടിവാരത്തിൽ നിർത്തി മോറിയ മലയുടെ മുകളിൽ ബലിപീഠമൊരുക്കി തൻ്റെ മകനെ കൈയും കാലും ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തുമ്പോൾ ആ മകനും എത്ര നല്ല മകനാണ് എന്നത് ഓർക്കണം. എതിർപ്പൊന്നും കൂടാതെ അപ്പന് കീഴടങ്ങുകയാണ്. ഒടുവിൽ കത്തിയെടുത്ത് ആഞ്ഞു വീശുമ്പോൾ ദൈവം പേടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ദൈവം ഉറക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുന്നത്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പോകുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അബ്രഹാം ദൈവസന്നിധിയിൽ പോയോ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സ്റ്റോറി വായിച്ചു വരുന്ന എല്ലായിടങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: He built altar to the Lord
and worshipped him wherever he went. അവൻ എവിടെല്ലാം പോയോ അവിടെല്ലാം ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. 4, എന്താണ് ദൈവമുഖത്തേക്ക് നോക്കിയാലുള്ള പ്രത്യേകത? Seek the face of the Lord that our children may lead a holy life. നാം ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കും എന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ വളരെ പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നൊരു കാലമാണ്. ഇന്ന് പല കുട്ടികൾക്കും വിവാഹം വേണ്ട എന്ന് പറയുന്നൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. കല്യാണമേ വേണ്ട എന്ന് പറയും, കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ആൾ. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കുടുംബത്തിൽ 2 മക്കൾ, 2 പേരും വിവാഹം കഴിച്ചു. പക്ഷേ 2 പേർക്കും മക്കൾ വേണ്ട. അവരുടെ ഗ്രാൻഡ് പേരൻസൊക്കെ, അതായത് അവരുടെ പേരൻസ്, ഈ പയ്യന്മാരുടെ പേരൻസ് വളരെ ദുഃഖത്തിലാണ്. വിവാഹം കഴിച്ചിട്ട് ഒരുപാട് വർഷമായി. അവർ പറഞ്ഞു ഞാൻ കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, ഒരു മൊബൈലോ ടാബ്ലറ്റോ, കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല തോണ്ടുന്ന ടാബ്ലറ്റോ വല്ലതും കിട്ടിയാൽ മാത്രം മതി എന്ന് നമ്മുടെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ കുറച്ചെങ്കിലും യൗവനക്കാരുടെ ഫേസസ് കാണാൻ കഴിയുന്ന വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നാം ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ നിശ്ചയമായും ഒരു വിശുദ്ധ ജീവിതം നയിക്കും. വേദപുസ്തകത്തിൽ ഇതിന് സാക്ഷ്യമുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ, ഇയ്യോബ് തൻ്റെ മക്കൾ ആഴ്ചവട്ടം കൂടുമ്പോൾ ഒരുമിച്ച് കൂടും, അവർ വിരുന്ന് കഴിക്കും, അവർ നന്നായി നൃത്തം ചെയ്യും, പാടും, ആടും, ഇതെല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോലെ കുറ്റം ചെയ്തു എന്നല്ല, കുറ്റം ചെയ്തോ എന്ന് ഇയ്യോബിന് വല്ല സംശയം തോന്നിയാൽ ഇയ്യോബ് തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തും. തൻ്റെ മക്കളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ച് മക്കളെ വിശുദ്ധീകരിച്ചിരുന്ന ഒരപ്പനുണ്ട് എന്നത് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹന്നായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ദൈവമുഖത്തേക്ക് നോക്കി ഹന്നായുടെ പുത്രനായ ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചു. ഇസ്രായേലിന് ജീവപര്യന്തം പ്രവാചകനായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നന്നായിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ നിശ്ചയമായും അധികാലത്തും സന്ധ്യയെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. മോണിക്ക എന്ന അമ്മയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. അഗസ്റ്റിൻ്റെ അമ്മയായിരുന്നു മോണിക്ക, സെന്റ് അഗസ്റ്റിൻ്റെ അമ്മയായിരുന്നു മോണിക്ക. അഗസ്റ്റിൻ താന്തോന്നിയായി ജീവിച്ചയാളാണ്. അദ്ദേഹം തോന്നിയതുപോലെ എല്ലാം വഴിവിട്ട് നടന്ന ആളാണ്. ഓരോ തവണയും ദൈവസന്നിധിയിൽ പോയി ആ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒടുവിൽ മകനെ നന്നാക്കാൻ അന്ന് അവരുടെ പള്ളിയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് അംബ്രോസിനെ പോയി കണ്ടു. ബിഷപ്പ് അംബ്രോസ് എന്തൊക്കെയോ പറഞ്ഞു, പ്രാർത്ഥിച്ച് ഈ അമ്മ തിരികെ നടക്കുമ്പോൾ നിറകണ്ണുകളോടെ, സജനങ്ങളായ കണ്ണുകളോടെയാണ് മോണിക്ക എന്ന അമ്മ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത്. അപ്പോൾ ബിഷപ്പ് അംബ്രോസ് മോണിക്കയെ വിളിച്ചു, മകളെ മോണിക്ക, കണ്ണുനീരിൻ്റെ മക്കൾ ഒരു കാലത്തും നശിച്ചു പോകുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി. കണ്ണുനീരിൻ്റെ മക്കൾ ഒരു കാലത്തും നശിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് താന്തോന്നിയായി ജീവിച്ച അഗസ്റ്റിൻ കത്തോലിക്ക സഭയുടെ പിൽക്കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിച്ച സെയിന്റ് അഗസ്റ്റിനായി പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നത് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയുടെ ബലിവേദിയിൽ ഭവനങ്ങൾ പണിയപ്പെടണം, അല്ലെങ്കിൽ ദൈവമുഖത്തേക്ക് അധികാലത്തെ നോക്കാൻ ഇടയാകണം. 2, എന്താണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നാം ചെയ്യേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം? നിന്നെ ഓർക്കുന്ന ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. We need the consciousness that there is a God who remembers me and you. എന്നെയും നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കും നിനക്കും ഉണ്ടാകണം. എത്ര പേർക്കുണ്ട് ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ ഓർക്കുന്നു എന്ന് ചിന്തയുള്ള എത്ര ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നത് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും പഠിച്ച പണി 18 നോക്കി നമ്മുടെ അടവുകളെല്ലാം പയറ്റിയതിനു ശേഷം ഒന്നും ഒക്കാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മെ ഓർക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് നിശ്ചയമായും ദൈവസന്നിധിയിലേക്ക് പോകണം. ഇവിടെ രേഖപ്പെടുത്തുന്നു, ഹന്ന ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഏലി ഒരു അനുഗ്രഹം കൊടുത്തു, അവർ തിരികെ പോയി. ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ല. തൻ്റെ ഭർത്താവായ എൽക്കാന അവളെ പരിഗ്രഹിച്ചു. അടുത്ത വാചകമാണ് ശ്രദ്ധേയം, യഹോവ അവളെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അപ്പൻ ഓർത്തില്ലേലും കുഴപ്പമില്ല, അമ്മ ഓർത്തില്ലേലും കുഴപ്പമില്ല, പള്ളിക്കാർ ഓർത്തില്ലേലും കുഴപ്പമില്ല, സഹോദരങ്ങൾ ഓർത്തില്ലേലും കുഴപ്പമില്ല, സ്വന്തം മക്കൾ ഓർത്തില്ലേലും കുഴപ്പമില്ല. ആരോർക്കണം? ദൈവം ഓർക്കണം. ദൈവം ഓർത്താൽ നിങ്ങളുടെ ചരിത്രം മറ്റൊന്നാകും എന്നുള്ളത് മറക്കാതെ മനോമുകുരത്തിൽ കുറിച്ചിടണം. ഹന്ന എന്ന സ്ത്രീയെ എന്തുമാത്രം പരിഹസിച്ചതാണ് പെനീന എന്ന സ്ത്രീ. എന്നാൽ ഇപ്പോൾ ഓർക്കണം, യഹോവ അവളെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഓർക്കുവാൻ തക്കോണം നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. There is a God who remembers you in the midst of your afflictions. നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ, നിന്റെ വേദനകൾക്ക് നടുവിൽ, നിന്റെ സങ്കടങ്ങൾക്ക് നടുവിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട്. തൻ്റെ വീടിനുള്ളിൽ തന്നെയായിരുന്നു പ്രതിയോഗി പരിഹാസം കേൾക്കേണ്ടി
ജീവിക്കേണ്ടി വന്നത് വീടിനുള്ളിൽ തന്നെയാണ്. മക്കൾ ഉണ്ടാകാതിരിക്കുന്നത് ഈശ്വര ശാപമായി, ദൈവകോപമായി പരിഗണിച്ചിരുന്ന ഒരു കാലം. പ്രത്യേകിച്ച് പുത്രസമ്പത്ത് ഉണ്ടാകാതെ ഇരിക്കുന്നത് ദൈവകോപമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം. ആ നിലയ്ക്ക് മക്കൾ ഉണ്ടാകാത്ത സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകളുടെ പരിഹാസവും ആക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ അങ്ങനെയാണ്. പലപ്പോഴും കുട്ടികൾ ഉണ്ടാകാത്തവരെ നമ്മൾ വിളിക്കുന്ന പേരെന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും, വലിയ ഹല്ലേലൂയ സ്തോത്രം പറയുകയും ചെയ്യും. പക്ഷേ ഏതെങ്കിലും ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്ന് നമ്മൾ പെട്ടെന്ന് പറയാം, അവിടെ കയ്യിലിരിപ്പ് കണ്ടാ ദൈവം കൊടുത്തതാ, പിന്നെ ദൈവത്തിൻ്റെ പണി ഇതല്ലയോ, കയ്യിരിപ്പിനനുസരിച്ച് കൊടുക്കാൻ നടക്കില്ലയോ ദൈവം, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ പറയരുത്. നമ്മൾ പള്ളിയിൽ വന്നാൽ ചോദിക്കാൻ പാടില്ലാത്ത 3-4 ചോദ്യം. അതുകൊണ്ടാണ് ഈ യൗവനക്കാർ പള്ളി വരാത്തത്. അല്ലാത്ത അവരൊന്നും കുഴപ്പക്കാരായതുകൊണ്ട്, അവരൊക്കെ നല്ല പിള്ളേരാണ്. എന്തുകൊണ്ടാണ് യൗവനക്കാർ പള്ളി വരാത്തതെന്ന് അറിയാമോ? പഠിച്ചവർ നിന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് ഒന്നും ആയില്ലയോ, ഒന്നും ആയില്ലയോ, ആകുമ്പോൾ ആകട്ടെന്നേ, ആകുമ്പോൾ അവർ പറയുമെന്ന് നമ്മൾ ചുമ്മാ അത് ആവശ്യമില്ല ചോദിച്ചുകൊണ്ടിരിക്കും. ഒന്നും ആയില്ലയോ, ജോലിയൊന്നും ആയില്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അടുത്തത്, പിള്ളേർ ഈ കല്യാണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും 10-30 വയസ്സായില്ലയോ, ഇതുവരെ ഒന്നും നടന്നില്ലയോ. ഇത് നമ്മൾ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ ഈ കൊച്ചിൻ്റെ അപ്പനെയും അമ്മയും കാണുമ്പോൾ നമ്മൾ കെട്ടിച്ചൊന്നും വിടുന്നില്ലയോ. നമുക്ക് വേറൊരു പണിയുമില്ലേ? കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ, ഇവിടെ തിരുവനന്തപുരത്ത് പറയുമെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ കൊല്ലത്തൊക്കെ പറയാറുണ്ട് കേട്ടോ, ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ സ്ത്രീ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും, വിശേഷം വല്ലതും ഉണ്ടോ? പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് വിശേഷം. നമ്മൾ ചോദിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും. ഈ ചോദ്യങ്ങൾ ഒരു കാലത്തും ചോദിക്കരുത്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഏതാണെന്നറിയാമോ? ഒരു കൊച്ചിനെ നമ്മൾ കണ്ടില്ലേ, കുഞ്ഞെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എന്തോ പറ്റി, പനി വല്ലതും ആയിരുന്നോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത്രയും മതി. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വേണ്ട. നമ്മൾ പരിഹാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ പള്ളികൾക്കുള്ളിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പോട്ടെ, നമുക്ക് തിരികെ വരാം. അതുകൊണ്ട് നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. വേദോത്സവത്തിൽ അങ്ങനെ കുറേ മനുഷ്യരെ ദൈവം ഓർത്തിട്ടുണ്ട്. ജോസഫിനെ കുറിച്ച് നമുക്കറിയാം. ജോസഫ് നല്ല മനുഷ്യൻ, കോമള രൂപിയായിരുന്നു. അതുകൊണ്ടാണല്ലോ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് നോട്ടം വീണത്. എന്നാൽ ഞാൻ പറഞ്ഞ ഈ ചെറുക്കൻ ആകെ ഒരു കുഴപ്പമേ ഉള്ളായിരുന്നു, അവൻ ഇച്ചിരി പൊങ്ങച്ചുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ കാണും ഈ പൊങ്ങച്ചുള്ള പുള്ളികൾ. ദൈവം വല്ലതും വെളിപ്പെടുത്തിയ മനസ്സിൽ കൊണ്ട് നടന്നാൽ പോരായിരുന്നു. എല്ലാവരോടും ഒന്നും പറയും, എല്ലാ അനുഗ്രഹവും കിട്ടിയതൊന്നും എല്ലാവരോടും ഒന്നും പറയാൻ നടക്കരുത്. എന്നാൽ ഞങ്ങൾ പ്രസംഗം പറയും, എല്ലാം പറയണം, ദൈവത്തോട് പറയണം, നാട്ടുകാരോട് എല്ലാവരോടും ഒന്നും പറയാൻ നടക്കണ്ട. ജോസഫിന് ദൈവത്തിൻ്റെ സ്വപ്നം ഉണ്ടായപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞു, എടാ നീയൊക്കെ എൻ്റെ മുമ്പിൽ കുമ്പിടും, എൻ്റെ കറ്റ മാത്രം പൊങ്ങി നിന്നു, നിൻ്റെതെല്ലാം താഴെ വീണ് കിടക്കുക, നീയൊക്കെ എന്നെ നമസ്കരിക്കുക. അന്നേ ചേട്ടന്മാർ നോട്ടം വിട്ടതാ. പിന്നെ അപ്പനും അമ്മയും മക്കളെ ഒരേ കണ്ണിൽ കാണണം കേട്ടോ. വ്യത്യസ്തമായ ആംഗിളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിൽ മക്കളെ കാണരുത്. ആണും പെണ്ണും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പലപ്പോഴും ഈ അപ്പന്മാർക്കും അമ്മമാർക്കും ആൺമക്കളെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ വസ്തു വീതം വെക്കുമ്പോൾ പെൺമക്കൾക്ക് സാധാരണ ഒതുക്കി കൊടുക്കാറില്ല, എല്ലാം ആൺമക്കൾക്കാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം എഴുതി വെക്കുന്നത്. എന്നെ കേൾക്കുന്ന പെൺമക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കിയാണെങ്കിലും നിങ്ങളുടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് വസ്തുവിൻ്റെ പകുതി വാങ്ങിക്കൊണ്ടേ പോകാവൂ. കാരണം ആണും പെണ്ണുമെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ് എന്നുള്ളതാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ കൊക്കിൽ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ സത്യമായും നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ആണുങ്ങൾക്കൊന്നും കൊമ്പൊന്നുമില്ല, എല്ലാവരും ഒന്നാ, തുല്യരാണ്. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ക്രിയേഷൻ സ്റ്റോറി ഉണ്ട്. ഒന്നാമത്തെ ക്രിയേഷൻ സ്റ്റോറി പറയുന്നത് പറയാം, ഗോഡ് ക്രിയേറ്റഡ് man and women in his own image and likeness. ദൈവം അവരെ ആണും പെണ്ണുമായി തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ക്രിയേഷൻ സ്റ്റോറിയിലാണ് പറഞ്ഞ് ഈ പുരുഷൻ തന്നിരിക്കുന്ന ഈ ആടിനെയും മാടിനെയും കുരങ്ങിനെയും ഒന്നും കണ്ടിട്ട് യോജിച്ചതായി തോന്നാത്തതുകൊണ്ട് ദൈവം പുള്ളിക്ക് അനസ്തേഷ്യ കൊടുത്തു. ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്ത ആൾ ദൈവമാണ്. ഉറക്കി കിടത്തിയിട്ട് പുള്ളിയുടെ വാരിയിൽ ഊരിയെടുത്തൊരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ആളുകൾക്കും അത് കേൾക്കാനാണ് ഇഷ്ടം. എന്നാൽ ദൈവം സൃഷ്ടിച്ചപ്പം തുല്യമായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തുല്യമായ അവകാശം നമുക്കുണ്ട്, അത് വാങ്ങിയിട്ടേ പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ കായബലമില്ലാത്ത ആളാണ്, തിരിച്ചങ്ങ് വഴുതക്കാട് വരെ പോകേണ്ടതാണ്, ഉപദ്രവിക്കരുതെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ പ്രശ്നം, ജോസഫിൻ്റെ അപ്പൻ ആരായിരുന്നു? എനിക്ക് നിങ്ങൾ പറയണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഐ നീഡ് യുവർ റെസ്പോൺസസ്. കൊയറുകാരോട് ഞാൻ ചോദിച്ചു, ആരായിരുന്നു ജോസഫിൻ്റെ അപ്പൻ? അച്ഛന്മാർ പറയല്ലേ, ആരാണ്ട് അവിടെ പറഞ്ഞു, യാക്കോബാൻ. പുള്ളി പണ്ടേ ഉവ്വായിരുന്നു, അപ്പനെയും കളിപ്പിച്ച് ചേട്ടനെയും കളിപ്പിച്ച് പോയ പാർട്ടിയാണ്. പുള്ളി പോകുന്ന വഴിക്ക് ഓരോ സ്വപ്നം കണ്ടു. പുള്ളി സ്വപ്നം കണ്ടത് സ്വർഗത്തിൽ നിന്ന് കോമണി വെച്ച് ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നു. അന്ന് പുള്ളി പറഞ്ഞത് ദൈവത്തിൻ്റെ ഭവനമാണ്, ബഥേലാണ്, ഇവിടെ ഞാൻ ദൈവത്തിന് ആലയം പണിയെന്ന് പറഞ്ഞ് പോയ പുള്ളി അമ്മായിപ്പൻ്റെ വീട്ടിൽ പോയിട്ട് പുള്ളി അവിടെയും പണി നടത്തിയ പാർട്ടിയാണ്. കൊടുത്താൽ ഞങ്ങളുടെ നാട്ടിലും കിട്ടുമെന്നാണ്, കൊല്ലത്തും കിട്ടുമെന്നാണ്. പുള്ളി അപ്പനെയും ചേട്ടനെയും കളിപ്പിച്ച് പോയി. അവിടെ പോയി ആരെയായിരുന്നു ഇഷ്ടം പുള്ളിക്ക് ഒരു പ്രണയം ഉണ്ടായി. അവിടെ പോയപ്പോൾ ആരെയായിരുന്നു ഇഷ്ടം? പ്രണയം ഇവരാരും കേട്ടിട്ടില്ലെന്ന് വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞാൽ അറിയാമോ? അങ്ങനൊരു സാധനമുണ്ട്. അവിടെ ആണ്ട വെള്ള ഷോൾ ഇട്ട സഹോദരി പറഞ്ഞു റാഹേലിനെയായിരുന്നു ഇഷ്ടം. കിട്ടിയത് ആരെയാ? ലേയാ കിട്ടിയത്. പിന്നെയും പുള്ളി 7 വർഷം കഷ്ടപ്പെട്ട അവിടെ കിടന്ന് ആരെ കിട്ടാൻ? ചിലരങ്ങനെയാണ്, കഷ്ടപ്പെട്ടാന്നേലും കൊണ്ടുപോകും. അപ്പോൾ പുള്ളി റാഹേലിനെയും സമ്പാദിച്ചു.
പിന്നെ പുള്ളി സ്വത്തിന് വേണ്ടി പിന്നെയും കിടന്നവിടെ. ആ സമയത്ത് പുള്ളി ഒരു കലാപരിപാടി കാണിച്ചു. ചില മരക്കഷ്ണങ്ങളൊക്കെ കമ്പുകളൊക്കെ വെട്ടി പ്രത്യേക ആംഗിളിലും രീതികളിലും ഒക്കെ വെച്ച് ആരോഗ്യമുള്ള ആടിനെയെല്ലാം പുള്ളി കൊണ്ടുപോയി. അമ്മായിപ്പനും അളിയന്മാരും വീട്ടിലില്ലാത്ത സമയത്ത് ആടും മാടും ഭാര്യമാരുമായി ഓടിപ്പോയ പാർട്ടിയാണ് യാക്കോബ്. അങ്ങനെ പോകുന്ന സമയത്ത് യാബോക്ക് കടവിന്റെ തീരത്തെത്തുമ്പോൾ ജ്യേഷ്ഠൻ ഏശാവ് വരുന്നത് കണ്ട് ഉള്ളിൽ പേടി തോന്നിയിട്ട് ചേട്ടനെ പ്രീതിപ്പെടുത്താൻ കുറെ ആടുമാടുകളെ ആദ്യം അയച്ചു. അതിനുശേഷം ചെയ്ത കാര്യം എന്തോ, ഇഷ്ടമില്ലാത്ത ഭാര്യയെയും മക്കളെ അതിന്റെ പുറകെ വിട്ടു. പിന്നാണ് ഇഷ്ടമുള്ള ഭാര്യയും പിള്ളേരെയൊക്കെ വിട്ടത്. അന്നേ പുള്ളി നല്ല വിദ്യ പഠിച്ച ആളാണ്. ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം പ്രാണനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെയും പ്രധാനപ്പെട്ട കാര്യം എന്നത് യാക്കോബിനെ നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ അന്നേ പുള്ളി ഈ പക്ഷാഭേദമുള്ള ആളാണ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്തത്. ജോസഫിനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നമുക്ക് ചുരുക്കി പറയാൻ സമയം കുറവാണ്. ജോസഫിനെ ഇഷ്ടമായിരുന്നത് കൊണ്ട് ഈ മകന് പുതിയ കുപ്പായമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ പുതിയ കുപ്പായമായി ചേട്ടന്മാരെ കാണാൻ പോകുമ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ഇന്ന് തീർക്കണം. ആ കൂട്ടത്തിലും സ്നേഹമുള്ളൊരുത്തനുണ്ടായിരുന്നു, രൂപനാ പറഞ്ഞ കൊല്ലരുത് എന്നുള്ളത്. അങ്ങനെ പൊട്ടക്കണ്ടിലേറ്റോടും മിദ്യാനി കച്ചവടക്കാർക്ക് വിട്ടു. ഒടുവിൽ പുത്തിഫോറിന്റെ ഭവനത്തിൽ പോയി കാരാഗ്രഹത്തിലകപ്പെട്ടു. നമുക്കതിന്റെ കൂടുതൽ കഥ പറയാൻ നേരമില്ല. കാരാഗ്രഹത്തിലകപ്പെട്ടപ്പോൾ 2 പുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. രാജാവിന്റെ അപ്പക്കാരനും പാനപാത്രവാഹകനും ഉണ്ടായിരുന്നു. അവന്മാർക്ക് സ്വപ്നമുണ്ടായി. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കൊച്ചു കാര്യം പറഞ്ഞു, നിങ്ങൾ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ രാജാവിനോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണം. അപ്പക്കാരൻ മറന്നാലും പാനപാത്രവാഹകൻ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി എനിക്ക് നിങ്ങളോടും പറയാൻ അത്രേ ഉള്ളത്, ഈ കൂടുതലൊന്നുമില്ല. വലിയ പ്രസംഗത്തിന്റെ ഒന്നും കാര്യമില്ല, കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്നെ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, ആരും മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട് എന്നത് വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ സാധിക്കും. 3, എന്താണ് ജീവിതം അനുഗ്രഹിക്കപ്പെടാനുള്ള 3ാമത്തെ കാര്യം? സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്. സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്. സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ഭാഷ സംസാരിക്കണം. സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് ഭാര്യയെ അഭിസംബോധന ചെയ്യുന്ന പദം ഏതാണ്? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ പഠിച്ച കാലത്താണ്. നമുക്ക് ഈ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എഴുതുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ബ്രാക്കറ്റുള്ളത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പൂരിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വിളിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ആ വിടർന്ന ചിരികളിൽ, നിങ്ങളുടെ വർണ്ണാഭമായ മുഖങ്ങളിൽ അത് വിരിഞ്ഞു കാണുന്നുണ്ട്. വീട്ടിലെ വിളികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ തന്നെ പൂരിപ്പിച്ചാൽ മതി. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. സ്നേഹത്തിന്റെ ഭാഷ, ബഹുമാനത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വേദപുസ്തകം ഇങ്ങനെ സാക്ഷ്യപ്പെടുന്നു ഹന്നായുടെ ജീവിതത്തെക്കുറിച്ച്. 4ാമത്തെ വാക്യം, എൽക്കാന യാഗം കഴിക്കാൻ പോകുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ വെനീനയ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ താൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. He expressed his love through his actions. He expressed his love through his actions. അവന്റെ സ്നേഹം അവന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ചില ആൾക്കാരുണ്ട്, ഭർത്താവും ഭാര്യയും മക്കളും. ഭാര്യ പറയും, എനിക്ക് അച്ഛനെ എന്തോരം ഇഷ്ടമാണെന്നറിയാമോ. അച്ഛനും പറയൂ, നിന്നെ കവിഞ്ഞ് വേറെ ആരെയും ഞാൻ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷേ ഈ പറച്ചിലല്ലാതെ ഓരോ എക്സ്പ്രഷനും ഇല്ല. ചിലരെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ സോഡാ കുപ്പി കണ്ടിട്ടുണ്ടോ? എന്തേലും ഒന്ന് പറയണേ. കണ്ടിട്ടുണ്ട്. ഏത് സോഡാ കുപ്പിയാണ് കണ്ടിട്ടുള്ളത്? ഓപ്പണർ വെച്ച് മേലോട്ട് പൊക്കുന്ന സോഡാ കുപ്പി. അതിനു മുമ്പ് ഒരു സോഡാ കുപ്പിയാണ്, നീല കട്ടി കണ്ണാടിയുള്ള, നമ്മുടെ പല്ലെടുക്കുമ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്ന പോലെ കവിളൊട്ടിയ സോഡാ കുപ്പി. കണ്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ടേ ഒന്ന് ചുരുക്കം ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സോഡാ കുപ്പി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു വാഷറും ഒരു വട്ടും, ഈ വട്ടല്ല ഗോലിയുമുണ്ട്. ഗോലി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സാധനം പണ്ട് മെഷീനിൽ വെച്ചൊന്നും എല്ലാവരും ചെയ്യുന്നത്, കൈ കൊണ്ട് ഇങ്ങനെ കറക്കിയാണ് ചെയ്യുന്നത്. ഞാനൊക്കെ ട്യൂഷൻ പോകുന്ന വീടിനടുത്ത് ബാലകൃഷ്ണ ഉള്ളതെന്ന് പറഞ്ഞ പുള്ളിക്ക് സോഡാ മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ കൊണ്ടാണ് പുള്ളി ഇങ്ങനെ കറക്കിപ്പിക്കുന്നത്. ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സോഡ കുടിക്കാൻ കിട്ടും. അത് നമ്മുടെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിയാൽ ഈ ഗോലി അകത്ത് വീഴത്തില്ല. നമ്മുടെ തമ്പ് കൊണ്ട്, തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്ത് അകത്തേക്ക് ഇടണം. എന്നാലും നിങ്ങൾക്ക് സോഡ കുടിക്കാൻ പറ്റുകയില്ല. സോഡ കുടിക്കണമെങ്കിൽ അതിന് പ്രത്യേക ആംഗിളിൽ പിടിക്കണം. അപ്പോൾ ഈ വട്ട അഥവാ ഗോട്ടി എന്ന് പറയുന്ന സാധനം ആ വെട്ടിൽ വീഴും. എന്നിട്ട് നമ്മൾ പിടിച്ചാൽ ഈ സോഡ നമുക്ക് കുടിക്കാൻ പറ്റും.
ചിലരുടെ സ്നേഹം ഇങ്ങനെയാണ്, തല്ലി പൊട്ടിച്ചെങ്കിലേ സ്നേഹം പുറത്തു വരത്തുള്ളൂ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയണം ഐ ലവ് യു എന്ന് പറയാൻ സാധിക്കണം. ഈ ലവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ കാമത്തിൻ്റെ കണ്ണുകൊണ്ടാണ് സ്നേഹത്തെ കാണുന്നത്. അതിനകത്ത് കാമത്തിൻ്റെ കണ്ണുകൊണ്ട് കാണരുത്. പിന്നെയോ സ്നേഹത്തെ അതിനപ്പുറത്തേക്കുള്ള പരിപാവനമായ ചിന്തയിൽ കാണും. എന്നാണ് നിങ്ങൾ അവസാനമായി നിങ്ങളുടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചത്? എന്നാണ് മക്കളെ, നിങ്ങളുടെ അമ്മയും അപ്പനെയും നിങ്ങൾ അവസാനമായി കെട്ടിപ്പിടിച്ചത്? ശാന്തമായി ചിന്തിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഭാഗ്യസ്മരണീയനായ അത്താനാസ്യോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്, പറയാതെ അറിയുന്നതിൻ്റെ പേരാണ് സ്നേഹം. എന്തുവാ? പറയാതെ അറിയുന്നതിൻ്റെ പേരാണ് സ്നേഹം. പ്രിയപ്പെട്ട, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ആരാ പറഞ്ഞു പഠിപ്പിച്ച് എന്നും ഭാര്യയെ ചായ ഇട്ട് കൊടുക്കണമെന്ന്? രണ്ടാമതിരിക്കുന്ന എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാട്ട് ഭാര്യയെ ചായ ഇട്ട് കൊടുക്കണമെന്ന് ആരാ പറഞ്ഞത്? യേശുദാസ് അച്ഛനാണെന്നോ പറഞ്ഞത് ഭാര്യ ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കണമെന്ന്? ഒരു ദിവസം ഭർത്താവിനും ചായ ഇട്ട് ഇങ്ങോട്ട് തരാവുന്നതേ ഉള്ളൂ. ആണോ അല്ലയോ? ഇട്ട് തരാം. നമ്മൾ പാട്ടുകാരൻ പോലും പാടിയതങ്ങനെ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ നോവുകൾ പൂവിരൽ തുമ്പിനാൽ പൂക്കളാക്കുന്ന ഭാര്യ. അങ്ങനെ കണ്ട വരി ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ പാട്ടുകാർ പോലും പാടിയത് ഇങ്ങനെ. എന്നാൽ എന്നും അച്ചായൻ വരുമ്പോൾ ഇങ്ങനെ ചായം കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം തലവേദനയാണെങ്കിൽ അച്ചായനടുത്ത് വന്നേച്ച് തലയെ തൊട്ട് നോക്കി ചോദിക്കണം, ചൂടുണ്ടല്ലോ ഡി കൊച്ചേ, ഞാൻ വിക്സ് ഇട്ട് തരട്ടെ, ഒരു ചായ ഇട്ട് തരട്ടെ? അയ്യോ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അന്നേരെ തലവേദനയായിട്ട് കിടക്കുന്ന ഭാര്യ ചാടി ഇന്നിട്ട് പറയും, എൻ്റെ പൊന്നച്ചായ അച്ചാൻ ചായ ഇട്ട് തരണം, ഞാനിട്ട് തരാമെന്ന്. അത്രയും മതി അവർക്ക്. ആ ഒരു സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹം കൊടുക്കാനുള്ളതാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം എന്ന് സ്നേഹബുദ്ധിയാണ് ഞാൻ ഓർപ്പിക്കണമെന്നുണ്ട്. ഇവിടെ എൽക്കാന തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക. 8ാമത്തെ വാക്യം വീണ്ടും നമ്മൾ കാണുന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, അതായത് ഈ ഹന്ന പെനീനയുടെ കുത്തുവാക്കെല്ലാം കേട്ട് വീട്ടിൽ പട്ടിണി കിടക്കുകയാണ്, കരഞ്ഞ് വിലപിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൽക്കാനയായ ഭർത്താവ്, ഇങ്ങനൊരു നല്ല ഭർത്താവിനെ കിട്ടാനൊക്കെ പുണ്യം ചെയ്യണം കേട്ടോ. പുള്ളി ചോദിച്ചു, എടി കൊച്ചൻ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തിനാ പട്ടിണി കിടക്കുന്നേ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? ഇറ്റ് വാസ് ദ വേർഡ്സ് ഓഫ് ഹിസ് അഫെക്ഷൻ. അവൻ്റെ അഫെക്ഷൻ്റെ അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ വാക്കാണ് എൽക്കാനയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നീ എന്തിനാ കരയുന്നേ? ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അയ്യോ, നിങ്ങൾ മിണ്ടത്തില്ലയോ? എനിക്ക് മിണ്ടുന്നവരെ ഇഷ്ടം. ചോദിച്ചിട്ടുണ്ടോ എന്തിനാ നീ കരയുന്നതെന്ന്? ആ തലയാട്ടുന്ന പാവയുടെ കൂട്ട് തലയാട്ടുന്ന ആൻറ്റി ഒന്ന് പറ. അച്ഛൻ ഇന്നുവരെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ കരയുന്നതെന്ന്? ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല അച്ചായൻ, ദൈവത്തിന് സ്തോത്രം പറയുന്നേ. അപ്പൊ പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന സ്നേഹത്തിന്റെ, കരുതലിന്റെ, വാത്സല്യത്തിന്റെ ഭാഷയാണ് എന്നത് ഓർത്തിരിക്കണം. വീണ്ടും നമ്മൾ കാണുന്നു 21 മുതലുള്ള വാക്യങ്ങൾ, 21 ഓൺവേർഡ്സ്. അവിടെ പറയുന്നു, വർഷാന്തരയാകവും നേർച്ചയും കഴിപ്പാനായി എൽക്കാനയും കുടുംബവും ശീലോവിലേക്ക് പോയി, എന്നാൽ ഹന്ന പോയില്ല. അപ്പൊ ഹന്നായോട് ചോദിച്ചു, നീ വരുന്നോന്ന് ചോദിച്ചാണ്, അത് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഹന്ന പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീരട്ടെ, മുലകുടി മാറട്ടെ, അതിനുശേഷം ഞാൻ വരാം. 10 വർഷം മുമ്പുള്ള ഭർത്താക്കന്മാരായി, ഇപ്പോഴത്തതല്ല കേട്ടോ. 10 വർഷത്തിന് ശേഷമൊക്കെ വലിയ വ്യത്യാസമുണ്ട്. 10 വർഷം മുമ്പുള്ള ഭർത്താക്കന്മാരാണ് ഉടനെ പറയാം, എന്താടി വന്നാ, ഞാൻ വിളിച്ച എൻ്റെ കൂടെ വരാൻ ഒക്കത്തില്ലയോ എന്ന് ചോദിച്ചേനെ. പക്ഷേ ഹന്ന പറഞ്ഞു, ഞാൻ ഈ വർഷം വരുന്നില്ല, എൻ്റെ കൊച്ചിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീരട്ടെ എന്ന് പറയുമ്പോൾ എൽക്കാന പറയുന്നു, നിന്റെ ഇഷ്ടം പോലെല്ലാം ആകട്ടെ. എന്തൊരു ബഹുമാനത്തിൻ്റെ ഭാഷയാണ്. നിന്റെ വാക്ക് പോലെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ബഹുമാനത്തിൻ്റെ ഭാഷ സംസാരിക്കണം. നമ്മുടെ പിള്ളേരെ ഭാഷ തെറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ ഭർത്താവ് ഭാര്യയെ അഡ്രസ്സ് ചെയ്യുന്ന വാക്കുകൾ, ഭാര്യ ഭർത്താവിനെ അഡ്രസ്സ് ചെയ്യുന്ന വാക്കുകൾ, അപ്പനമ്മമാർ മക്കളെ അഡ്രസ്സ് ചെയ്യുന്ന വാക്കുകൾ, ഈ വാക്കുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷയെ സ്വാധീനിക്കുന്നത്. അവർ ലാംഗ്വേജ് വിൽ ഡിസൈഡ് ഹൂ വി ആർ. നമ്മുടെ ഭാഷയാണ് നമ്മൾ ആരാണ് എന്ന് നിർണയിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങളും പറയും, കുപ്പായം ഒന്ന് ഊരി വെക്കട്ടെ പിന്നെ കാണിക്കാമെന്ന്. അപ്പം ആരാ നമ്മളെന്ന് നമ്മൾ പറഞ്ഞ അച്ഛന്മാർ പൊറുക്കണേ ദയവായിട്ട്. നമ്മുടെ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഭാഷ സംസാരിക്കണം. ഞാൻ ഇന്ന് ഫസ്റ്റ് പാരീഷിൽ ഒരു ദിവസം രാത്രി 3 മണിയായപ്പോൾ, 3 മണിയാകുന്നതേ ഉള്ളൂ, എൻ്റെ കോളിംഗ് ബെൽ ആരോ അടിച്ചു. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് കഥ തുറക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ ആ കഥകിന് ക്രോസ് നിന്നിട്ട് പറഞ്ഞു തുറക്കാൻ പറ്റത്തില്ല. കാരണം ആ കാലത്ത് ഞാൻ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരുന്നൊരു കാലമാണ്. അപ്പോൾ എൻ്റെ പാഴ്സനേജിൽ വന്ന് എന്നെ കൊന്നു പാറപ്പൊടിയിൽ കയറ്റിവിടും എന്ന് പറഞ്ഞൊരു കാലമാണ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ആ പേടി ഉള്ളിൽ കിടന്നുകൊണ്ട് കഥ തുറക്കാൻ സംഭവിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആളിനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തു, വിൻഡോയുടെ ഷട്ടർ ഓപ്പൺ ചെയ്തു. ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ആളിനെ പിടികിട്ടി. അദ്ദേഹം അടുത്ത് നീങ്ങി നിന്നു.
ഞാൻ ചോദിച്ചു എന്നാ കാര്യം? ഞാൻ കഥവ് തുറന്നു, കയറി വരാൻ പറഞ്ഞു. വേണ്ട, അച്ഛനെ വീട് വരെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു ഈ സമയത്തോ? അതെ, അച്ഛനിപ്പോൾ വീട്ടിൽ വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ പെട്ടെന്ന് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി വളരെ വേഗത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഉമ്മറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വല്യമ്മ. അവിടെയുള്ള ഇളയ മകനാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇളയ മകൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ ഒരു കസേരയിൽ ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിപ്പുണ്ട്. 2 കുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ജ്യേഷ്ഠനും ജ്യേഷ്ഠതയും അവിടെയുണ്ട്. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അപ്പോൾ പറഞ്ഞ അച്ഛാ, പലതവണയായി ഇവളെ പലരുമായും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ രാത്രിയും ഒരുത്തൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. അമ്മ അർദ്ധരാത്രി സമയത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് വന്നപ്പോൾ പരിചയമല്ലാത്ത ഒരാളുടെ രൂപം അവിടെ കണ്ടു. അവർ പെട്ടെന്ന് നിലവിളിച്ചു. അയാൾ അവരെ എടുത്ത് ഭിത്തിയിൽ എറിഞ്ഞേച്ച് ഓടിപ്പോയി, രക്ഷപ്പെട്ടു, വേറെ ആരും പിടിക്കാനില്ല. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഈ പെൺകുട്ടി, ഞാൻ അവിടെ പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേന്ന് ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. എന്നോടൊരു വിവാഹ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. അവർ കോടതി കൊടുക്കാനാണെന്ന് എനിക്ക് അന്നേരം ബോധ്യപ്പെട്ടു. അവളുടെ ഭർത്താവ് ഏതാണ്ട് 1 വീക്ക് ആയപ്പോഴത്തേക്ക് തിരികെ വന്നു. അയാളും എൻ്റെ അടുത്ത് വന്നു. അയാൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വാങ്ങി. അവർ രണ്ടുപേരും കുടുംബ കോടതിയിൽ കൊടുത്തു. കുടുംബ കോടതിയിൽ കൗൺസിലിങ്ങിന് വിളിക്കും. അതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, പല പ്രാവശ്യമായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി മേലെ വേണ്ട കേട്ടോ, എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്. ഒരു അച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യമാണ്, യോജിപ്പിക്കേണ്ട ആൾക്കാരാണ് അച്ഛന്മാർ. പക്ഷെ ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരരുത്, ശരിയാവുകയല്ല. അദ്ദേഹം എന്നോട് എഗ്രി ചെയ്തു. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹം എന്നോട് എഗ്രി ചെയ്തു. നിശ്ചയമായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യത്തുള്ളൂ. എന്നാൽ അന്ന് വൈകിട്ട് ഫൈനൽ കൗൺസിലിംഗ് കഴിഞ്ഞ് അദ്ദേഹം തിരികെ പോകുമ്പോൾ അദ്ദേഹം ഭാര്യയുടെ കൈ പിടിച്ച് നടന്നു പോവുകയാണ്. എനിക്ക് ഭയങ്കര അരിശവും ദേഷ്യവും ഒക്കെ വന്നു. ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തോ മണ്ടന, എന്തിനാ ഈ പണി കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേറെ ഭാര്യയെ കിട്ടും, അവൾക്ക് വേറെ ഭർത്താവിനെയും കിട്ടും, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയെ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പഴയ ഇടവയ്ക്ക് അടുത്തുള്ള സ്നേഹിതൻ്റെ മകൻ പ്ലാവിൽ ചക്കയിടാൻ കയറി വഴിക്ക് താഴെ വീണു മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയും ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അനുശോചനമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മരത്തണലിൽ ഇണക്കുരുവികളെപ്പോലെ കൊക്കുരുമി 2 ആളുകൾ നിൽക്കുന്നു. പെട്ടെന്ന് ആളുകളെ എനിക്ക് പിടികിട്ടി. ഞാനും എൻ്റെ ഭാര്യയും ഓടിച്ചെന്നു. എൻ്റെ പഴയ സ്നേഹിതരാണ്. അവരിന്നും വേർപിരിയാൻ കഴിയാത്ത അനുഗ്രഹകരമായ സ്നേഹത്തിൽ അനുഗ്രഹീതരായി ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അവരങ്ങനെ അനുഗ്രഹീതരായി ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വീറും വാശിയും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ ക്ഷമിച്ചു കൊടുക്കാൻ, തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിച്ചത് കൊണ്ടാണ്. നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ആർദ്രതയുടെ ഭാഷ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 4, എന്താണ് കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നാം ചെയ്യേണ്ടത്? തലമുറകളെ ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തണം. തലമുറകളെ ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തണം. നർച്ചർ അവർ ചിൽഡ്രൻ ഇൻ കിങ്ഡം വാല്യൂസ് ഓർ ഗോഡ്ലി വാല്യൂസ്. ദൈവിക മൂല്യങ്ങളിൽ മക്കളെ വളർത്തണം. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, അവന് പേരിടുമ്പോൾ പോലും, തനിക്ക് ജനിച്ച കുഞ്ഞിന് പേരിടുമ്പോൾ പോലും അതിലൊരു ദൈവികതയുണ്ട്. അവനിട്ട പേര് ശമൂവേൽ എന്നുള്ളതാണ്. ദൈവത്തോട് ഞാൻ അവനെ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാ. ഹന്ന വീണ്ടും പറയുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും എന്ന് പറഞ്ഞ് അവനൊരു നാസീർ വ്രതക്കാരനായിരിക്കും. നമ്മുടെ പല പുള്ളികളും വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവനൊരു നസീർ വ്രതക്കാരനായിരിക്കും എന്നൊക്കെ വായിക്കുന്ന പുള്ളികളുണ്ട്. നസീർ അല്ല, നാസീർ. നാസീർ എന്ന് പറഞ്ഞാൽ മദ്യം കുടിക്കുകയില്ല, അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കുകയില്ല, മുടി വെട്ട് ക്ഷൗരം ചെയ്യുകയില്ല, ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരാണ് നാസീർ വ്രതക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ജീവപര്യന്തം ഒരു കുഞ്ഞിനെ നിവേദിക്കുകയാണ്. ഈ അമ്മ, ഞാൻ നേരത്തെ കഴിഞ്ഞ പോയിന്റിൽ ഓർമ്മപ്പെടുത്തി, എൽക്കാന പറഞ്ഞു വാ നമുക്ക് വർഷാന്തരയാഗം കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഹന്ന പറയുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീരട്ടെ, പിന്നെ ഞാൻ വരാം എന്നാ പറയുന്നത്. ഈ കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീർന്നതിന് ശേഷം ഈ കുഞ്ഞുമായി അമ്മ ദൈവാലയത്തിൽ പോയതിനെ കുറിച്ചാണ് വേദപുസ്തകം വായിച്ചപ്പോൾ സാറ് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 3 വയസ്സുള്ള ഒരു കാളക്കിടാവും 1 പറ മാവും വീഞ്ഞുമൊക്കെ ആയിട്ടാണ് ഈ സ്ത്രീ ദൈവാലയത്തിൽ പോകുന്നത്. ഒരു കൊച്ചിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീരുന്നത് മാക്സിമം പോയാൽ ഒരു 3 വയസ്സ്, അങ്ങേയറ്റം ഒരു 4 വയസ്സ്, 3 വയസ്സേ കാണത്തുള്ളൂ. ഈ പൈതലിന് ശമൂവേൽ ബാലൻ ഈ കുഞ്ഞിനെയും കൊണ്ടാണ് അമ്മ ദൈവാലയത്തിൽ പോകുന്നത്. എന്നാൽ പോട്ടെ, അതിലേക്ക് നമുക്ക് ദൈവാലയത്തിൽ പോയാലും പിന്നീട് പറയാം. എന്നാൽ ഈ 3 വയസ്സുള്ള കാലഘട്ടത്തിൽ അമ്മ ശമൂവേലിന് ദൈവികമായ മൂല്യങ്ങളെ പകർന്നു കൊടുത്തു. അമ്മിഞ്ഞപ്പാലിനൊപ്പം ദൈവിക മൂല്യങ്ങളെ പകർന്നു കൊടുത്ത ഒരമ്മ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയേണ്ടത് ചൊല്ലും പിന്നെന്തോ കൊടുക്കണ്ടേ? ഉറങ്ങുവാന്നോ? ചൊല്ലും ഇവിടെ പറയത്തില്ലേ? തിരുവനന്തപുരംകാർ പറയത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. കൊല്ലംകാർ പറയും, എന്ത് പറയും? ചൊല്ലും ചോറും കൊടുക്കണം എന്ന് പറയും. മധ്യ തിരുവിതാംകൂർ പറയും ചൊല്ലും ചെലവും കൊടുക്കണം എന്ന് പറയും. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ
അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന കാലം മുതൽ ഈ അമ്മ ദൈവിക മൂല്യങ്ങളെ പകർന്നു കൊടുത്താണ് വളർത്തിയത് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറുകയില്ല. ഒരമ്മ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന 3-ാം മാസമാകുമ്പോൾ തൊട്ട് ആ കുഞ്ഞ് കാര്യങ്ങളെ പഠിച്ചു തുടങ്ങുമെന്നതാണ് യാഥാർത്ഥ്യം. അത് മോഡേൺ സയൻസ് എല്ലാം പറയുന്ന കാര്യമാണ്. പണ്ട് നമ്മുടെ അമ്മയപ്പന്മാർക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ലായിരുന്നു, പക്ഷേ അവർക്ക് അറിവുണ്ടായിരുന്നു. നമുക്ക് വിദ്യാഭ്യാസമെങ്കിലും വിവരമില്ല. പക്ഷേ ഈ പഴയ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷേ വിവരമുണ്ടായിരുന്നു, പരിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അമ്മമാര് നമ്മുടെ ആൺമക്കളോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു, പ്രത്യേകിച്ച് ഒരു വിവാഹം കഴിച്ച ഭാര്യ ഗർഭിണിയായിരിക്കും, എടാ ഇനി അവളെ കരയിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുതെന്ന് പറയാൻ. കാരണം ഈ അമ്മ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് 1 to 4 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. ഒരു കൊച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യുന്നത്, ഇംബൈബ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് 1 മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. 4 to 14 ഈസ് ആൻ അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. മെഡിക്കൽ വിദ്യാർത്ഥിയാണല്ലോ അച്ഛൻ്റെ മോള്, ചോദിച്ചാൽ പറയും 1 to 4 എന്ന് പറയുന്ന പ്രായം ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യുന്ന കാലമാണ്. 4 to 14, 4 മുതൽ 14 വയസ്സുള്ള കാലം എന്ന് പറയുന്നത് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് സ്റ്റേജ്, ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. അതുകൊണ്ട് 4 വയസ്സ് മുതൽ 14 കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഒരു കൊച്ച് അപ്പാന്ന് വിളിക്കാൻ പഠിച്ചത് എവിടാണ്? അമ്മയെന്ന് വിളിക്കാൻ പഠിച്ചത് എവിടാണ്? യേശുവെ എന്ന് വിളിക്കാൻ പഠിച്ചത് എവിടാണ്? വേദപുസ്തകത്തിലെ വാക്യം പഠിച്ചത് എവിടെ? 12-ാം വയസ്സിലാണോ? 12-ാം വയസ്സിലാണോ? എത്രാം വയസ്സിലാണ് പഠിച്ചേ? അവൻ എന്ന് സംസാരിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ടവൻ പറഞ്ഞു തുടങ്ങി, യേശുപ്പച്ച, സ്തോത്രം, ആമീൻ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, മറ്റുള്ളവരെ അപ്പച്ച, അമ്മച്ചി ഒക്കെ പറയാൻ പഠിച്ചത് ഈ 1 മുതൽ 4 വയസ്സുള്ള കാലമാണ്. അതുകൊണ്ട് ഈ അമ്മ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, ഈ അമ്മ ദൈവിക മൂല്യങ്ങളെ തൻ്റെ മകന് പകർന്നു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. വേദപുസ്തകത്തിൽ അങ്ങനെ കുറേ പേരെ നമുക്ക് കാണാൻ കഴിയും. മോശ ഈ കുഞ്ഞിന്റെ കരച്ചിൽ അടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് ഞാങ്ങണകൾക്കിടയിൽ നൈൽ നദിയിൽ വെച്ചത്. മിറിയാം ഒളിച്ചിരുന്നു നോക്കി. അപ്പോഴാണ് ഫറവോന്റെ പുത്രി വന്നത്. ഫറവോന്റെ പുത്രി കണ്ടിട്ട് പറഞ്ഞത് യഹൂദ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ മിറിയാം ഓടി വന്നു സേവ് ചെയ്യാൻ. ഓടി വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് മുല കൊടുക്കാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ അമ്മയെ കൊണ്ടുവരട്ടെ. സ്വന്തം അമ്മയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം മുലകുടി മാറിയതിനു ശേഷം, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം മോശ വളർന്നത് ഈജിപ്തിലാണ്. പക്ഷേ 2 സഹോദരങ്ങൾ, അതിനു മുൻപ് ഒരു ഈജിപ്ഷ്യനും ഒരു ഇസ്രയേലിനും തമ്മിൽ അടികൂടുമ്പോൾ അവിടെ പോയി മോശ ഇടപെട്ടിട്ട് മിസ്രൈമിനെ തല്ലിക്കൊന്ന് മണ്ണിൽ കുഴിച്ചിട്ടു. ഇസ്രയേലിനെ ഒന്നും ചെയ്തില്ല. തൊട്ടടുത്ത ദിവസം 2 ഇസ്രയേലിയർ തമ്മിൽ അടികൂടുമ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ സഹോദരങ്ങളല്ലയോ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത്, തല്ലുണ്ടാക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ മോശയ്ക്ക് മനസ്സിലായി ഈജിപ്തിൽ കിടക്കുന്ന ഇസ്രയേൽക്കാർ അടിമകളാണെന്ന്? എങ്ങനെ മനസ്സിലായി? അമ്മിഞ്ഞപ്പാൽ കൊടുത്തൊരമ്മ അവന് അറിവിനെ പകർന്നു കൊടുത്തു. ഊഴിയ വിചാരകന്മാർ നിമിത്തം മിസ്രൈമിൽ കഷ്ടപ്പെടുന്ന നിന്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവിക മൂല്യങ്ങളിൽ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ 2 രാജാക്കന്മാരെ വാഴിക്കുവാൻ ശമൂവേൽ പ്രവാചകന് സാധിച്ചു. മാത്രമല്ല, ഇസ്രയേലിന് ജീവനെന്നും പ്രവാചകനായിരിക്കാൻ ശമൂവേലിന് സാധിച്ചത് ദൈവിക മൂല്യങ്ങളിൽ വളർന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് നാം വളർത്തുന്നത് എന്ന് ശാന്തമായി പരിശോധിക്കണം. ഞാൻ തുലാപ്പള്ളിയിലുള്ള സമയത്ത്, തുലാപ്പള്ളി എന്ന് പറയുന്ന എരുമേലിക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ്. അവിടെ ഞാൻ താമസിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം മന്നമരുതി പള്ളിയിലെ സെന മീറ്റിങ്ങിന് വന്നു. ഇപ്പോൾ പൊന്തമ്പുഴ വനം, അത് ആ റൂട്ടിലൊക്കെ യാത്രകൾക്ക് അറിയാം, അത് പണ്ടേ പേടി തോന്നുന്ന ഒരു സ്ഥലമാണ്. അവിടെ അക്രമങ്ങളും പിടിച്ചുപറിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസം പകലെ ഞാനത് വഴി പോകുമ്പോൾ വനത്തിനുള്ളിൽ നിറയെ ആളുകളാണ്, പോലീസുകാരുണ്ട്, മഴയുണ്ട്. ഞാൻ എൻ്റെ കുപ്പായം ചുരുട്ടിച്ചൊരു ജാക്കറ്റിനുള്ളിലാണ്. പെട്ടെന്ന് ഒരു പോലീസുകാരനെ കണ്ട് ഞാൻ നിർത്തി. സാധാരണ ഇതുമില്ല, അത്ര ആളുകളെ ഇവിടെ കാണാറില്ല. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? പറഞ്ഞു, ഒരുത്തനെ കൊന്ന് കാറിൽ ഇട്ടിരിക്കുന്നു. ഒരു 100 മീറ്റർ മുമ്പിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, റോങ് സൈഡിൽ ഒരു കാറിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം ഇങ്ങനെ കാറിൻ്റെ എല്ലാ ഗ്ലാസുകളിലുമുണ്ട്. അവൻ സ്റ്റിയറിംഗിലേക്ക് വീണ് കിടക്കുകയാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയതാണ്. എറണാകുളത്ത് നിന്ന് കാർ വിളിച്ചുകൊണ്ട് വന്നു. പൊന്തമ്പുഴ വനത്തിനുള്ളിൽ രാത്രി വന്നപ്പോൾ അവൻ ആവശ്യപ്പെട്ട്, എനിക്ക് യൂറിൻ പാസ് ചെയ്യണം, വണ്ടി നിർത്തണം. ഡ്രൈവർക്ക് ബന്ധു കേട് തോന്നി. ഡ്രൈവർ വണ്ടി നിർത്തിയില്ല. കയ്യിൽ മുൻകൂട്ടി കരുതിയിരുന്ന കയറുകൊണ്ട് ഈ ഡ്രൈവറെ പുറകിലേക്ക് ആഞ്ഞ് കഴുത്ത് ഞെരിച്ച് വലിച്ചു. അദ്ദേഹം കുറച്ചുകൂടി ആരോഗ്യമുള്ള ആളാകയാൽ കയറിൽ കൈയിട്ട് വലിച്ച് അത് കളഞ്ഞു. അപ്പോൾ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് ഡ്രൈവറെ കഴുത്തിൽ കുത്തി. പെട്ടെന്ന് അവർ വണ്ടി നിർത്തി പുറത്തിറങ്ങി. 2 പേരും മൽപ്പിടുത്തം നടത്തുന്നതിനിടയിലാണ് മറ്റൊരു വാഹനം അതുവഴി കടന്നു വന്നത്. വാഹനത്തിന് വെളിച്ചം കണ്ടതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ, 18കാരൻ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. പ്രാണരക്ഷാർത്ഥം കാറെടുത്ത് ഈ ടാക്സി ഡ്രൈവർ വണ്ടി മുൻപിലേക്ക് ഓടിച്ചുപോയി. നമുക്കറിയാം, ഇന്നത്തെ കാറുകൾ വണ്ടി
സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ലോക്കാകും. വണ്ടി അകത്തുനിന്ന് ലോക്കായി റോങ് സൈഡിലേക്ക് പോയി ബ്ലീഡ് ചെയ്ത് ഈ മനുഷ്യൻ മരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് 18 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലീസ് ആ വനത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ആ വനത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങി രക്ഷപ്പെടാൻ പോകുമ്പോഴാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വാർത്ത പിന്നീട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സുവിശേഷകന്റെ കൊച്ചുമകനാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് തെറ്റിപ്പോയെന്നറിയാമോ? അപ്പനും അമ്മയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളിൽ ആരംഭിച്ചതാണ് ഈ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ അധപ്പതനത്തിന്റെ ദിനങ്ങൾ. ഈ അടുത്ത ഇടയ്ക്ക് ആ ചെറുക്കൻ ജയിലിൽ കിടക്കുന്നതിന്റെ വാർത്തകൾ ഈ അടുത്തിടയ്ക്കും മനോരമയിൽ വീണ്ടും വന്നിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക മൂല്യങ്ങളിൽ വളർത്തണം. പെട്ടെന്ന് സമ്പന്നനാകാൻ ഒരുത്തനെ കൊന്ന് കാറ് തട്ടിയെടുത്ത് ജീവിതത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചൊരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിലെ അസുവാരാസ്യങ്ങളിൽ അപ്പനും അമ്മയും കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയ താളപ്പിഴകളിൽ പൊലിഞ്ഞുപോയൊരു ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹന്ന തന്റെ മകനെ ദൈവിക മൂല്യത്തിൽ വളർത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക മൂല്യങ്ങളിൽ വളർത്താൻ നമുക്ക് സാധിക്കണം. ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക? കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണം? ദൈവം ചെയ്ത നന്മകളെ പ്രകീർത്തിക്കണം. ദൈവം ചെയ്ത നന്മകളെ പ്രകീർത്തിക്കണം. പ്രൊക്ലൈം ദ ഗോഡ് ഗിവൻ ഗിഫ്റ്റ്സ് to the people around us. ദൈവം ചെയ്ത നന്മകളെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട്, നാം ദൈവസന്നിധിയിലും ചുറ്റുമുള്ള മനുഷ്യരോടും ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ എങ്ങനെയാണ് ദൈവം ചെയ്ത നന്മയെ ഹന്ന പറഞ്ഞത്? ഹന്ന ഈ കൊച്ചുമായി അതിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് തീർന്ന് ദൈവാലയത്തിൽ വന്നു. ദൈവാലയത്തിൽ വന്നപ്പോൾ ഏലി പുരോഹിതനോട് ഹന്ന പറയുന്ന കാര്യം, യജമാനനാണ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ അതിന് ഭാഷാന്തരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, യജമാനനാണ് ഇവിടെ കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീ ഞാനാ. എന്തിനാ അതങ്ങനെ ഏലിയെ ഓർമ്മിപ്പിച്ചേ? കാരണം ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് ആരാധിക്കാൻ വേറെ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ വർഷത്തിലൊരിക്കൽ അവർ പ്രധാന കേന്ദ്രത്തിൽ ആരാധനയ്ക്ക് വരും. യെരുശലേമാണ് യഹൂദന്മാരുടെ സെന്റർ ഓഫ് വർഷിപ്പ്. എന്നാൽ ജെറുസലേം സെന്റർ ഓഫ് വർഷിപ്പ് ആകുന്നതിന് മുൻപ് ശീലോവായിരുന്നു യഹൂദന്മാരുടെ ആരാധനയുടെ കേന്ദ്രം. അപ്പോൾ ശീലോവിലാണ് അവർ ആരാധനയ്ക്ക് പോകുക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് യഹൂദന്മാർ ആരാധനയുടെ കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. വർഷത്തിൽ 3 പ്രാവശ്യം പോകും. പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ 3 പെരുന്നാളുകൾക്കാണ് പോകുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. എന്നാൽ ഞാനത് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ശീലോവിലേക്ക് ആളുകൾ ധാരാളമായിട്ട് വരും. ഇപ്പം യേശുദാസ് അച്ഛൻ ഇവിടെ നിന്ന് ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് മാറി ഒരു 10 കൊല്ലം കഴിഞ്ഞ് വേറെ പള്ളിയിൽ പോയിട്ട് ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ ആളുകൾ വന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛന്മാർ പിന്നെ ടെക്നിക്ക് ഉപയോഗിക്കുന്നവരാണ്, പിന്നെ നമുക്കറിയത്തില്ല എന്ന് മാത്രം പറയും. അവരെന്നാ പേരെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ കഷായിച്ചു പോവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മറന്നു പോകും. അപ്പോൾ ഏലി പുരോഹിതൻ മറന്നു കാണാൻ സാധ്യതയുണ്ട്. എത്ര പേരെ കാണുന്നതാ. എന്നാൽ ഈ സ്ത്രീക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ഹന്ന ഹാഡ് എ ടെസ്റ്റിമണി. അവൾക്കൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം എന്താ പറയുക? യജമാനനാണ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീ ഞാനായിരുന്നു. എന്തിനാ നിന്നെന്നറിയാമോ? ഒക്കെ തരുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹന്ന ഓർമ്മപ്പെടുത്തി, ഞാൻ ഈ കൊച്ചിനു വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയാൻ കഴിയുന്ന അനുഗ്രഹീതമായ സാക്ഷ്യവുമായിട്ടാണ് ഹന്ന ദൈവാലയത്തിൽ നിൽക്കുന്നത്. ശാന്തമായി ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ചെയ്ത നന്മകളെ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ശാന്തമായി പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കിന്ന് പരാതികളേ ഉള്ളൂ. കിട്ടിയതിനെക്കുറിച്ച് ഒരു വാക്കും പറയത്തില്ല. ഇപ്പം യേശുദാസ് അച്ഛൻ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ പപ്പ പ്രാർത്ഥിച്ച്, അല്ലെ ഈ ഇരിക്കുന്ന അച്ഛന്മാർ പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും ഒരു അനുഗ്രഹം തരുമ്പോൾ നിങ്ങൾ എന്ന് പറയാം, അച്ഛാ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടോ, ദൈവം എനിക്ക് അനുഗ്രഹം തന്നു പറയൂ. മിണ്ടുകയല്ല. നമ്മൾ പരാതികൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും കിട്ടാത്തതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് CSI സഭയുടെ വികാരിയായിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ കോട്ടയം സൈഡിലാണ് അച്ഛൻ ദാസ് ജോർജ് അച്ഛൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ലഭിച്ചതിനെക്കുറിച്ചുള്ള സംതൃപ്തിയല്ല, ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള പിറുപിറുപ്പാണ് ഇന്ന് ക്രിസ്ത്യാനിക്കുള്ളത് എന്നുള്ളതാണ്. ലഭിച്ചതിനെക്കുറിച്ചുള്ള സംതൃപ്തിയല്ല, ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള പിറുപിറുപ്പുകളാണ്. അങ്ങനെ ഒരു കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഷൂ ഇല്ല. ദൈവത്തോട് എന്നും പരാതിയാണ്, എനിക്ക് ഷൂ ഇല്ല. അയാൾ ഷൂ ഇല്ല എന്ന പരാതി അവസാനിപ്പിച്ചതിനെ കുറിച്ചൊരു കൊച്ചു വാചകം ഇങ്ങനെയുണ്ട്. I complained that I have no shoes until I saw a man who had no feet. I complained that I have no shoes until I saw a man who had no feet. കാലുകളില്ലാത്ത ഒരുത്തനെ കണ്ടപ്പോൾ എനിക്ക് കാലേലും ഉണ്ടല്ലോ എന്ന തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത നന്മകളെ നാം ദൈവം മുൻപാകെ ഏറ്റുപറയണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഈ രാത്രി നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. അനുഗ്രഹിക്കപ്പെടാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിച്ചത്. ഒന്ന് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയുടെ ബലിവേദിയിൽ ഭവനങ്ങൾ പണിയപ്പെടണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ
ദൈവമുഖത്തേക്ക് അധികാലത്തെ നോക്കാൻ നമുക്ക് സാധിക്കണം. രണ്ട്, ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മെ ഓർക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം എന്നുള്ളതാണ്. എത്രയോ എടുത്താൽ ഓടി നടക്കുന്ന ക്രിസ്ത്യാനികൾ അനുഗ്രഹം കിട്ടാൻ, പക്ഷെ നമ്മളെ ഓർക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് മാത്രം നമ്മൾ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ കാലത്ത് പലരും നമ്മളെ മുതലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരുത്തൻ പറഞ്ഞത് ഐ വിൽ സ്റ്റോപ്പ് യുവർ ബ്ലെസ്സിങ് എന്നൊക്കെ പറയാം, അവൻ്റെ കയ്യിൽ അനുഗ്രഹം. അങ്ങനെ പറയുന്ന പല വിദ്വാൻമാരും ഉള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോകേണ്ടവൻ്റെ അടുത്ത് നമ്മൾ പോകണം, പറയേണ്ടവനോട് കാര്യങ്ങളെ പറയണം. നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. ഹന്നായെ ഓർത്ത ദൈവം, ജോസഫിനെ ഓർത്ത ദൈവം, ദാവീദിനെ ഓർത്ത ദൈവം, ഹല്ലേലൂയ, നമ്മയും ഓർക്കും. ഇത് മറന്നു കളയരുത്. 3, അനുഗ്രഹിക്കപ്പെടാൻ നാം ചെയ്യേണ്ട കാര്യം സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഭാഷ സംസാരിക്കണം. ഇന്ന് തൊട്ട് നമ്മുടെ ഭാഷ മാറ്റിപ്പിടിക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് തൊട്ടൊന്ന് മാറ്റി നോക്കാൻ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. 4, ഞാൻ പറഞ്ഞത് മക്കളെ ദൈവിക മൂല്യങ്ങളിൽ വളർത്തണം. ദൈവത്തോടൊത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 5, എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ ദൈവം ചെയ്ത നന്മകളെ ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ഒരു വിശുദ്ധനായ മനുഷ്യൻ, ഇൻ ഇൻവെർട്ടഡ് കോമാസ് ആണ്, അങ്ങനെയുള്ള ഒത്തിരി വിശുദ്ധന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അയാൾ വാച്ചിൽ നോക്കി, സമയം 11:30 മണി, യാമപ്രാർത്ഥനയ്ക്ക് സമയമായി. അയാൾ ഓടി പള്ളിയിലേറി തൊള്ള തുറന്നു. പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവത്തെ കാണാനില്ല. അയാൾക്ക് വല്ലാത്ത വിമ്മിട്ടവും സങ്കടവും തോന്നി. പതിയെ നിരാശയോടെ അദ്ദേഹം തിരികെ പള്ളിയിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ പള്ളിയുടെ ഏറ്റവും പുറകിലിരുന്ന് കരഞ്ഞ പാപിയുടെ തോളിൽ കരങ്ങളിട്ട് ദൈവം പടികൾ ഇറങ്ങിപ്പോകുന്നു. പള്ളിയുടെ ഏറ്റവും പുറകിലിരുന്ന് കരഞ്ഞ പാപിയുടെ തോളിൽ കരങ്ങളിട്ട് ദൈവം പടികൾ ഇറങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് കുറവുണ്ടെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, കുറവുള്ള ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവം നിങ്ങളുടെ തോളിൽ കരങ്ങളിട്ട് നിങ്ങളോടൊപ്പം എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിലേക്ക് വരും. ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷമയോടെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങളോടുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ച്, എനിക്കിങ്ങനെ അവസരം തന്ന ബഹുമാനപ്പെട്ട യേശുദാസ് അച്ഛനോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടും നന്ദി അറിയിച്ച്, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.